അപ്പോൾ വണ്ടി നമ്മളത് ആക്സിലേറ്റർ കൊടുത്തിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഭയങ്കര സ്പീഡിലാണ് വണ്ടി റൺ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമുക്ക് ഈസി ആയിട്ട് നോർമൽ സൈക്കിളിനെ നമുക്ക് ഇലക്ട്രിക് സൈക്കിളായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സൈക്കിളിനെ ഞാൻ അതുപോലെ ഇലക്ട്രിക് സൈക്കിളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, മിസ്റ്റർ ബീൻ കൊച്ചിനെയാണ് ഞാൻ ഇലക്ട്രിക് സൈക്കിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ അത് സൈക്കിളാണത്, നോർമൽ സൈക്കിളാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യുന്നത് മോട്ടറാണ്. നമ്മളത് ഇപ്പോൾ മോട്ടർ ഓൾറെഡി ഫിറ്റ് ചെയ്തു. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ക്ലാമ്പിൽ ആദ്യം സ്ക്രൂ പിടിപ്പിച്ചിട്ട് ആ ക്ലാമ്പ് നമ്മൾ ഈ സൈക്കിളിൻ്റെ ഈ ഒരു ഇതുമായിട്ട് ബന്ധിപ്പിച്ച്, ഇതിൻ്റെ ഒരു എൻഡ് ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ നമ്മൾ ബോൾട്ട് ചെയ്യും. അപ്പോൾ 2 സൈഡ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു സൈഡാണ് ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് വെച്ചാൽ മോട്ടറുണ്ട്, നമുക്ക് ആ കിറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു മോട്ടറിൻ്റെ ചെയിൻ വരുന്നുണ്ട്, പിന്നെ ഒരു ഫ്രീ വീലുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രീ വീല് നമുക്കത് ഫിറ്റ് ചെയ്യുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഓൾറെഡി അപ്പുറത്തെ ചെയിൻ ഓൾറെഡി റൺ ചെയ്യുന്ന നോർമൽ സൈക്കിൾ ചെയിൻ ഉണ്ടല്ലോ, കണ്ടില്ലേ, ഇതിപ്പോൾ ഇത് കറങ്ങുമ്പോൾ നമ്മുടെ ഈ മോട്ടറിൻ്റെ ഇത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തെ ഫ്രീ വീലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇവിടെ ഇപ്പുറത്തെ ഫ്രീ വീല്, ഞാൻ ഇപ്പുറത്തെ സൈഡാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പല വീഡിയോകളും ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. മിക്ക വീഡിയോകളും ഹിന്ദിയിലാണ്. അത് പല വീഡിയോകളിലും ചിലതിൽ സെയിം സൈഡ്, അപ്പുറത്തെ സൈഡ് തന്നെ ഒരുമിച്ചായിട്ട് 2 ഫ്രീ വീൽ ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പുറത്തെ ഫ്രീ വീല് പോലെ സെയിം പോലെയല്ല, ഇത് തിരിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഹബിനോട് നമ്മളത് വെൽഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഫ്രീ വീല് ഹബിൽ വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയിൻ കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മോട്ടറിൻ്റെ ഫിക്സിങ്. അപ്പോൾ അത് മോട്ടർ ഫിക്സ് ചെയ്യുന്നതും വേറെയും 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ സൈക്കിളിൻ്റെ ഈ ഒരു ബെൻഡ്, അപ്പോൾ ചിലതിൽ നമുക്ക് ഈ ബെൻഡ് ഇതിൻ്റെ നടുക്കുന്നുള്ള ഇതിൽ ഈ മോട്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇത് ചെറുതാണ്, അപ്പോൾ അതുകൊണ്ടിട്ട് അത് ആ ക്ലാമ്പ് തിരിച്ചിട്ട് ഇവിടെ ആയിട്ടാണ് ഞാൻ ഫിക്സ് ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ ചിലത് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ടാണ് നമ്മളത് കാര്യങ്ങൾ ചെയ്യുന്നത്. തട്ടണോ? ഇനി ഒന്ന് സ്ട്രോങ് ആക്കണ്ടേ? ആ കൊടുത്തോ പതുക്ക. ആ ഓക്കെ ഇല്ലേപ്പാ, ഒന്നുകൂടി സ്പീഡ്. ഓരോരോ പാർട്സുകളായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്തത് ഇത് കണ്ടില്ല, ഇത് ബാറ്ററി, നമുക്ക് ബാറ്ററി ബോക്സാണ് നമ്മളിത് ചെയ്തത്. ഇത് കണ്ടില്ല, ഇത് സ്ക്രൂ കറക്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് വെൽഡ് ചെയ്ത് സ്പോട്ട് ചെയ്ത് നമ്മൾ പിടിപ്പിച്ചു. അപ്പോൾ ഇത് ബാറ്ററി ബോക്സ് നമ്മൾ ഫിറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം മോട്ടർ കഴിഞ്ഞു, പിന്നെ ബാറ്ററി ബോക്സ് പിടിപ്പിച്ചു. ഇനി ഇത് നമ്മൾ ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഈ സാധനമുണ്ട്, ഇത് ഊരി മാറ്റി. അപ്പോൾ ഇത് നമ്മൾക്ക് വേണമെങ്കിൽ സൈക്കിൾ ഷോപ്പിൽ കൊടുത്ത് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ടൂൾസ് ഉള്ളതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടില്ലേ, നമ്മളിവിടുത്തെ ഗ്രിപ്പ് ഊരി മാറ്റി ഇത് ആക്സിലേറ്റർ നമ്മളിത് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്റർ ഇവിടെ ഫിറ്റ് ആവും. അടുത്തത് നമുക്ക് വേണ്ടി വരുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇത് നമ്മൾ സ്വിച്ച് ബോർഡ്, ഇലക്ട്രിക് സ്വിച്ച് ബോർഡ് നമുക്ക് ഇലക്ട്രിക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സർക്യൂട്ട് ഉണ്ടല്ലോ, സർക്യൂട്ട്, അപ്പോൾ ഇത്
ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, അപ്പോൾ ഇത് ഒരു എന്തെങ്കിലും ആ ഒരു ബ്ലേഡ് പോലത്തെ കുറച്ച് ഇത് വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ വയറെല്ലാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കത് ക്ലോസ് ചെയ്താൽ സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ ഭംഗിയായിട്ടിരുന്നോളും. പിന്നെ 1-2 സാധനങ്ങൾ വേണ്ടി വരുന്നത്, വയർ കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ടർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 1-2 ടൈ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു എക്സ്ട്രാ വയർ നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും. പിന്നെ ഇൻസുലേഷൻ ടേപ്പ്. പിന്നെ നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ചാർജർ ചിലപ്പോൾ നമ്മുടെ പ്ലഗിലോട്ട് എത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു എക്സ്റ്റൻഷൻ, ഒരു 5 മീറ്ററിൻ്റെ ഒരു എക്സ്റ്റൻഷനും വാങ്ങിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫിറ്റിങ്സ് മുഴുവൻ കംപ്ലീറ്റ് ആക്കി കേട്ടോ. നമ്മളിത് ഇത് നമ്മൾ ലൈറ്റ് പിടിപ്പിച്ചു. പിന്നെ നമ്മളിപ്പോൾ കീ ഓണാണ് കേട്ടോ, കീ ഓണാണ്. നമ്മുടെ ഇത് ബ്രേക്ക് പിടിപ്പിച്ചു. പിന്നെ നമ്മുടെ ആ സർക്യൂട്ട് ഇതുണ്ടായിരുന്നില്ലേ, സർക്യൂട്ട് അത് മുഴുവൻ നമ്മൾ ഈ ഒരു ബോക്സിലായിട്ട് അതിനകത്തോട്ട് സേഫായിട്ട് പാക്ക് ചെയ്തു. അതിപ്പോൾ ഇൻസുലേഷനൊക്കെ ആ പിന്നിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഫുൾ ഇൻസുലേഷൻ ചെയ്തിട്ടാണ്. അപ്പോൾ അത്യാവശ്യമുള്ള വയറുകൾ മാത്രമേ പുറത്തുള്ളൂ. ഇത് കണ്ടില്ല, ചാർജിൻ്റെ വയർ ഇതുണ്ട്, പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വയർ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കീ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിത് ആക്സിലേറ്റർ നമ്മളിപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഫിറ്റിങ്സ് എല്ലാം നമ്മൾ ചെയ്തു, കീ ഫിറ്റ് ചെയ്തു. ഇത് ആക്സിലേറ്റർ നമ്മളിത് കൊടുക്കുകയാണ് കേട്ടോ. ആക്സിലേറ്റർ ഇതിപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുകയാണ് കണ്ടോ. നമ്മുടെ ഈ കൺവേർഷൻ ഓഫ് നോർമൽ സൈക്കിൾ ടു ഇലക്ട്രിക് സൈക്കിൾ ഒരു ഗംഭീര സക്സസ് ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇത് സംബന്ധമായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റർ വിൻകൊച്ചി ഇത് കാണില്ലേ, ലൈറ്റൊക്കെ കത്തി. ഫ്രണ്ടിൽ നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ സ്പാർക്ക് ലൈറ്റൊക്കെ ഉണ്ട്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. കണ്ടാൽ ഒരു കാറ് പോലെയാണ് നമ്മുടെ വണ്ടി തോന്നുന്നത്. നമ്മുടെ സൈഡിൽ കുറച്ച് ക്യാപ്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം, മാലിന്യം വലിച്ചെറിയാതിരിക്കുക. പിന്നെ നമ്മുടെ ഇൻഷുറൻസിൻ്റെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, പ്ലീസ് കോൺടാക്ട് ഫോർ ഇൻഷുറൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. പുറകുവശത്ത് മിസ്റ്റർ കൊച്ചി പുറകുവശത്ത് നമ്മുടെ കുറച്ച് പ്രതിഷേധങ്ങൾ, നമ്മുടെ പ്രതിഷേധ കാർ യാത്ര, നഗരത്തിലെ മാലിന്യത്തിന് സംവിധാനങ്ങൾക്കെതിരെ പ്രതിഷേധം, അങ്ങനെ കുറേ വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രതിഷേധ വാഹനമാണ് ഇത്, മിസ്റ്റർ കൊച്ചി. അപ്പോൾ ഇത് പുറകിൽ നിന്നുള്ള വ്യൂ ആണ്. ഇപ്പുറം സൈഡിലും സെയിം ഇതുപോലെ തന്നെ കണ്ടില്ലേ, നമ്മുടെ ഇത് ശരിക്കും അതൊരു കാറ് പോലെ തന്നെ തോന്നത്തുള്ളൂ പുറത്തുനിന്ന് നോക്കിയാൽ. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി ഒക്കെ ഉണ്ട്, നമ്മുടെ ലോക്കൊക്കെ ഉണ്ട് കേട്ടോ, മിസ്റ്റർ ബീൻ്റെ പോലെ. അതായത് മിസ്റ്റർ ബീൻസ് എന്ന് പറഞ്ഞുള്ള കഥാപാത്രമില്ലേ. അപ്പോൾ അതായത് കണ്ടില്ലേ, ഇത് ലോക്കുണ്ട്. ഇത് അകത്ത് കയറുമ്പോൾ നമ്മളിത് അകത്ത് സൈക്കിളാണ്. ഈ പുറകുവശത്തുള്ള ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ടില്ലേ ഇൻഡിക്കേറ്റർ ലൈറ്റൊക്കെ ഇല്ല, അതിന് വേണ്ടി വെച്ചിരിക്കുന്ന ബാറ്ററിയാണിത്. പിന്നെ ഉള്ളത് നമ്മുടെ മോട്ടറിൻ്റെ ബാറ്ററി, നമ്മുടെ ഈ മോട്ടർ കറങ്ങാനായിട്ട് ടയർ കറങ്ങുന്നതിൻ്റെ ബാറ്ററി ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കീ ഓൺ ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. എന്താ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ടയർ കറങ്ങുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ കൺവേർഷൻ ഓഫ് നമ്മൾ നോർമൽ സൈക്കിൾ ടു ഇലക്ട്രിക് സൈക്കിൾ അത് 100% സക്സസ് ആയി.